ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി ആ റെസിഗ്നേഷൻ ലെറ്റർ അശ്വിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അശ്വിൻ ആകെ ദേഷ്യം വരും കേട്ടോ. ആ ലെറ്റർ അവിടെ തന്നെ കീറി വേസ്റ്റ് ബോക്സിൽ ഇടുവാണ് അശ്വിൻ. അതിനുശേഷം ദേഷ്യത്തോട് കൂടി തന്നെ അശ്വിൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ശ്രുതി തിരിച്ചു പോണ സമയത്ത് അഞ്ജലി ചേച്ചി വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ശ്രുതി സംസാരിക്കുമ്പോൾ ശ്രുതി പറയേണ്ടത്, വേണ്ട ചേച്ചി, എനിക്കൊന്നും സംസാരിക്കാനില്ല, സ്വന്തം അധ്യാപകരോടും മാതാപിതാക്കളോട് മാത്രമേ തല കുനിക്കേണ്ട ആവശ്യമുള്ളൂ, അങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കണതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ പോകുവാണ്. അതിനുശേഷം അശ്വിനെ പെരുമാറ്റം, അശ്വിൻ ആകെ ദേഷ്യമാട്ടോ എല്ലാവരോടും. ആ സമയത്ത് അഞ്ജലി ചേച്ചി ചോദിക്കണ്ട്, എടാ കുഞ്ഞ, ഞാനൊരു സത്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. അന്ന് ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന സംഭവത്തിൽ നിനക്ക് എന്തൊക്കെയോ ഒരു കുറ്റബോധവും അവൾക്ക് ആ ഒരു അവസ്ഥ വരാൻ കാരണം നീയാണെന്നൊരു ഉള്ളിനുള്ളിലൊരു കുറ്റബോധമൊക്കെ ഉള്ളതുകൊണ്ടല്ല നിനക്ക് ഇപ്പം ഇത്രയും ദേഷ്യം വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞു ശ്രുതി കമ്പനി വിട്ട് പോകുന്നൊരു അശ്വിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു കേട്ടോ. അശ്വിൻ്റെ ഉള്ളിൽ ആ പ്രണയവും ശ്രുതിനെ കാണാൻ പറ്റാത്തൊരു വേദനയും തന്നെയാണ്. അത് കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.